ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫ്രിഡ്ജ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസമായി ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് അഴുക്കുകളും കറകളൊക്കെ ഫ്രിഡ്ജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണമല്ലോ. എന്ന് വെച്ചാൽ ബാക്ടീരിയയും ഫംഗസൊക്കെ കൂടുതൽ വളർന്നു വരുന്നത് നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം ഫ്രിഡ്ജിൽ സാധനങ്ങൾ കുറവുള്ള സമയത്താണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സാധനങ്ങൾ പുറത്തേക്ക് ഫ്രിഡ്ജിൻ്റെ പുറത്തേക്ക് മാറ്റിയാൽ മതി. അതല്ല, കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ പുറത്തേക്ക് മാറ്റണം. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അതെല്ലാം ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെക്കണം. അപ്പോൾ ഒരു ഇത്തിരി പണി കൂടുതലല്ലോ. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിനുള്ളിൽ ഇപ്പോൾ അധികം സാധനങ്ങളില്ല. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് ഫ്ലഗൊക്കെ ഊരിയിട്ടിട്ട് സേഫായിട്ട് വേണം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്ലഗൊക്കെ ഊരിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിലെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് മാറ്റാം പതുക്കെ പതുക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ളിലെ മാക്സിമം ഊരാൻ പറ്റുന്ന ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് ആ ഷെൽഫ്സുകളും കമ്പാർട്ട്മെൻറ്റ്സൊക്കെ ഊരാൻ പറ്റുന്നിടത്തോളം ഊരി മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് നന്നായി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിലെ മാക്സിമം എനിക്ക് ഊരിയെടുക്കാൻ പറ്റാവുന്ന ഡോർമെലത്തെയും ഫ്രിഡ്ജിനുള്ളിലത്തെയൊക്കെ ഷെൽസുകളൊക്കെ ഞാനിവിടെ ഊരിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഫ്രിഡ്ജ് മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ പൊതുവേ കുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന വെജിറ്റബിൾസൊക്കെ പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ചിലപ്പോൾ അത് എടുക്കാനായിട്ട് ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് എടുത്ത് പിന്നെ അത് ഉപയോഗിക്കാൻ മറന്നു പോകും. അത് അതിനുള്ളിൽ ഇരുന്ന് കിടന്ന് ഇങ്ങനെ ഫംഗസ് വരും, പൂപ്പലൊക്കെ വന്ന് പിന്നെ നമ്മൾ മറ്റ് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമേക്കൂടെ സ്പ്രെഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന വെജിറ്റബിൾസ് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് എടുത്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കി കളയുക. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് അത്രയും ക്ലീൻ ആയിരിക്കും. അതായത് ഫംഗസ് ഒന്നും കൂടുതൽ വരാണ്ട് മറ്റുള്ള ഫ്രിഡ്ജിൽ മറ്റ് വസ്തുക്കളും കൂടി കേടാവാണ്ടിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിലെ മറ്റേ ഗ്ലാസ്സുകളും ഡോറുമുള്ള ഷെൽസൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ലിക്വിഡ് വെച്ചിട്ട് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. കഴുകിയിട്ട് തുടച്ച് വൃത്തിയാക്കണം ഗ്ലാസ്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. എങ്ങാനും നമ്മുടെ തട്ടോ മുട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഡാമേജ് ആയി പിന്നെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നല്ല കെയർഫുള്ളായി ചെയ്യുക. പിന്നെ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരയ്ക്കാണ്ടിരിക്കുക. മാക്സിമം സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് ഇത് കഴുകുക. അതായത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ആകുമ്പോൾ സ്ക്രാച്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ആകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് അതൊക്കെ നന്നായി കഴുകിയെടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ ഒരു തുണി കൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പൊടികളും കരടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്. ഡോറുമലത്തെയും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള വേസ്റ്റുകളും പൊടികളും കറകളൊക്കെ തുടച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഞാനൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തുടയ്ക്കാനുള്ള തുണി എടുത്തിട്ട് മുക്കി വയ്ക്കുകയാണ്. അത് വേണമെങ്കിൽ മുക്കി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലാക്കാം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ സ്പ്രേ ചെയ്തിട്ട് വേണമെങ്കിൽ തുടച്ച് കൊടുക്കാം. എൻ്റെ സ്പ്രേ ബോട്ടിൽ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു തുണി വെച്ചിട്ട് ആ തുണി അതിൽ മുക്കിയിട്ടിട്ട് ആ ചൂടൊന്നും നമുക്ക് സഹിക്കാവുന്ന ചൂടാവുമല്ലോ, അപ്പോൾ അതെടുത്തിട്ട് ഫ്രിഡ്ജിനുള്ളിൽ തുടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ചില എഡ്ജസുകളിലും കുഞ്ഞു കുഞ്ഞു ഹോൾസിലും നമുക്ക് തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ ടൂത്ത് ബ്രഷ് നമുക്ക് ഡോറിൻ്റെ സൈഡിൽ റബ്ബറിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാനും നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ടൂത്ത് ബ്രഷ് എടുത്തിട്ടില്ല, തുണി കൊണ്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത്. എനിക്ക് തുണി കൊണ്ട് തുടച്ചപ്പോൾ പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തുണി തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേഗം ഡോറിൻ്റെ ഭാഗവും ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗവും ഒക്കെ നല്ല രീതിക്ക് തുടച്ചെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പുറത്തൊക്കെ യാത്ര പോവുകയാണെങ്കിൽ, അതായത് യാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടുതൽ, അതായത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ ഫ്രിഡ്ജ് ഫ്ലഗ് ഊരിയിട്ടിട്ട് പോവുക ചെയ്യാറ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ സാധനങ്ങൾ വെച്ചിട്ട് ഫുഡ് ഐറ്റംസ് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും
ഫുഡ് ഐറ്റംസ് ഒക്കെ കേടായി ഫംഗസ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഫ്രിഡ്ജ് തന്നെ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പുറത്തൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഫ്ലഗ് ഊരിയിട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിനുള്ളിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം മാറ്റി ഫ്രിഡ്ജ് തുറന്നിടണം. ഫ്രിഡ്ജും ഫ്രീസറും തുറന്ന് വെച്ചിട്ട് വേണം പുറത്ത് യാത്ര പോകാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് കംപ്ലയിൻറ്റ്സ് വരില്ല. മറ്റേ ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയ ഒന്നും ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടാവില്ല. അതിന് മറിച്ച് നമ്മൾ മറ്റോണം, അതായത് ഫ്രിഡ്ജ് അടച്ച് വെച്ചിട്ട് ഫുഡ് ഐറ്റംസ് അതിനുള്ളിൽ വെച്ചിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ നിറച്ച് ഫംഗസ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിനും ഫ്രീസറൊക്കെ തുടച്ച് വൃത്തിയാക്കി വെജിറ്റബിൾ ബോക്സിനുള്ളിൽ ഞാൻ എപ്പോഴും ഒരു പേപ്പർ ഇട്ടിട്ടാണ് വെജിറ്റബിൾസ് ഇടാറ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഗ്ലാസ് ആ ട്രേമയ്ക്കൊന്നും അധികം അഴുക്കാവില്ല. ഞാൻ ആ വെജിറ്റബിൾ ബോക്സിലെ പേപ്പർ മാറ്റിയിട്ട് വേറെ പേപ്പർ ഇട്ടിട്ട് വെജിറ്റബിൾസ് അതിലാക്കി വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിനുള്ളിലത്തെ കൈ നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ പുറത്ത് ഇങ്ങനെ കുറച്ച് ഷോ പീസുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓൺലൈനിൽ മേടിച്ചതായിരുന്നു. പക്ഷേ അതിൻ്റെ പുറത്ത് നിന്ന് നോക്കിയപ്പോൾ കുറച്ച് മറ്റേ ഫംഗസ് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ തണുപ്പ് ആയത് കൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് ഫംഗസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തുടച്ച് വന്നപ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ നിൽക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് പൊടി കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത് തുടച്ച് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലും കൂടി തുടയ്ക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോഴാണ് നല്ല രീതിക്ക് അതിൻ്റെ മുകളിൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നന്നായി തുടച്ചതിന് കൊടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഫ്രിഡ്ജ് തുടയ്ക്കാമല്ലോ, അപ്പോൾ പിന്നെ അതും നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ നല്ല രീതിക്ക് തന്നെ തുടച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഭാഗം തുടച്ച് കഴിയുമ്പോഴും ഈ തുണി ആ സൊല്യൂഷനിൽ മുക്കിയിട്ട് നന്നായി കഴുകി അലമ്പി എടുത്തിട്ടാണ് വീണ്ടും വീണ്ടും തുടയ്ക്കണേ. ഇതിപ്പോൾ നല്ല പൊടിയുള്ള കാരണം ഞാൻ ആ തുണി കൊണ്ട് ആ ഭാഗം മൊത്തം ഒന്ന് തുടച്ചെടുക്കുകയാണ്. ആ ഫ്രീസറിൻ്റെ മുകളിലുള്ള ആ റബ്ബറിൻ്റെ ഭാഗത്തും നല്ല രീതിക്ക് തന്നെ കറുത്ത അഴുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ മുകളിൽ കയറി നിന്നിട്ട് തന്നെ അതും നല്ല രീതിക്ക് തന്നെ തുടച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടച്ചപ്പോൾ അതും നന്നായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറും പുറം ഭാഗവും ഒക്കെ നന്നായി ക്ലീനായി. ഇനി നമുക്ക് ആ ഊരി എടുത്ത് വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് തിരിച്ചത് അതിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും മാക്സിമം ഫ്രിഡ്ജിനുള്ളിൽ യൂസ് ചെയ്യില്ല എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട സാധനങ്ങൾ കയറ്റി വെക്കാണ്ടിരിക്കുക. നമ്മൾ എന്ത് സാധനങ്ങളും കളയണ്ടേ എന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെക്കും. പക്ഷേ നമ്മളത് പിന്നെ യൂസ് ചെയ്യൂല. അത് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ളത് മാത്രം ഫ്രിഡ്ജിൽ കയറ്റിയാൽ മതി. അല്ലാതെ നമ്മൾ പുറത്ത് വെക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക ചെയ്യേണ്ടത് കേട്ടോ. ഫ്രിഡ്ജിനുള്ളിൽ കുത്തി നിറച്ച് സാധനങ്ങൾ മാക്സിമം വെക്കാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിത് തിരിച്ച് ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് റാക്കുകളൊക്കെ ഷെൽഫുകളൊക്കെ അതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത സംഭവങ്ങളൊക്കെ തിരിച്ച് റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ളത് മാത്രം ഫ്രിഡ്ജിനുള്ളിൽ കയറ്റുക, ആവശ്യമില്ല അതെല്ലാം ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കൊണ്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എക്സ്പയറി ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അങ്ങനെ എല്ലാം റീഅറേഞ്ച് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിനുള്ളിൽ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അത് മാറാനായിട്ടൊരു ടിപ്പാണ് ചെറുനാരങ്ങ എടുത്തിട്ട് അത് പകുതിയാക്കി മുറിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറുമ്മ വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനുള്ള ബാഡ് സ്മെല്ല് മാറിക്കിട്ടും. ചെറുനാരങ്ങയ്ക്ക് പകരം കുറച്ച് കാപ്പിപ്പൊടി ഒരു ചെറിയ ചെപ്പിലാക്കിയിട്ട് അത് അടച്ചു വെക്കരുത്, തുറന്നിട്ട് ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് കഴിഞ്ഞാലും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ ആ കാപ്പിപ്പൊടിയുടെ സ്മെല്ലായിരിക്കും. പിന്നെ ഫ്രിഡ്ജിനുള്ളിൽ അതായത് ഫ്രീസറിനുള്ളിൽ മീനും ചിക്കനൊക്കെ വെക്കുമ്പോൾ നല്ലോണം എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് കവറിൽ നല്ലോണം പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ കയറ്റി വെക്കുക. ആ കൂടുതലും മീനിൻ്റെയും മറ്റേ ചിക്കൻ്റെ ഒക്കെ മണങ്ങളായിരിക്കുമല്ലോ ഫ്രിഡ്ജിനുള്ളിൽ നിറഞ്ഞിക്കുക. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ.